ഈ ഇന്ത്യൻ നാവിഗേഷൻ എന്താ വർക്ക് എന്താണ്? ബേസിക്കലി അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. പണ്ടേ പൂട്ടേണ്ട ഒരു സ്ഥാപനമാണ്. കാരണം അതിൻ്റെ വർക്ക് കൾച്ചറും ഇതൊക്കെ കാലഹരണപ്പെട്ട് പോയ ഒരു അവസ്ഥയിലാണ്. നന്നാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ഒരു സ്വകാര്യ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അക്കാലത്ത് സ്വകാര്യ മേഖലയിൽ ഇത്തരം സംരംഭങ്ങളില്ലല്ലോ. എന്താ സംഭവം എന്താ? ബേസിക്കലി കപ്പലുണ്ടാക്കും, ഇത് ബോട്ടുകൾ നിർമ്മിക്കും, പിന്നെ സ്വന്തമായിട്ട് കുറച്ച് യാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ആവശ്യമുണ്ട്. അത് വലിയ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളല്ലേ? ഇത് വളരെ വലിയ സ്ഥാപനമായിട്ട് പോകാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ വർക്ക് കൾച്ചർ വളരെ മോശമായി പോയതുകൊണ്ട് അതിൻ്റെ ജീവനക്കാരല്ല പ്രശ്നം, ശരിക്കും മേലെയുള്ള മാനേജീരിയൽ ലെവലിലുള്ള ആൾക്കാർ ഇത് വെറുതെ ടൈം പാസിന് കൊണ്ട് നടക്കുന്ന ഒരു കമ്പനി പോലെ ആയിപ്പോയി. എത്ര ജീവനക്കാർ? ഒരു 100 പേരുണ്ടാവുമായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷേ കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും എന്തെങ്കിലും ഗ്രാൻഡോ എന്തെങ്കിലുമൊക്കെ വരും. അത് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വന്ന ഒരു വെള്ളാന എന്ന് പറയാം. പക്ഷേ അത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല പ്രൈവറ്റ് കൊളാബറേഷനൊക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് അതിൽ എന്തായാലും ജോലി അല്ല, അപ്പോൾ അവിടെ ഈ പറഞ്ഞുകൊണ്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് അതും. അപ്പോൾ അത് നേരെയാക്കി കൊണ്ടുപോകാൻ ലാഭത്തിലോട്ട് കൊണ്ടുവന്നു. എങ്ങനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു? നമ്മൾ ഈ പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് പലതും എടുത്തു. കുറേ പ്രൈവറ്റ് പ്ലേയേഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. പുതിയ ടെക്നോളജി ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഫൈബർ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ഒന്നും അവിടെ ചെയ്യുന്നേ ഇല്ല. മെയിൻലി ബോട്ടെ കപ്പൽ എന്ന് പറഞ്ഞാൽ വലിയ കപ്പലോ അല്ല, ചെറുത് ബോട്ടുകളും ഒരുവിധം മറ്റേ മിഡ് സൈസൊക്കെ ചെയ്യും, പക്ഷെ വലിയ കപ്പലുകളല്ല. പക്ഷെ അതിൻ്റെ കൺസൾട്ടൻസി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വലിയ ട്രോളർ അങ്ങനത്തെ വലിയ സാധനങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ മേൽനോട്ടം വഹിച്ചിട്ട് ഏതെങ്കിലും യാർഡെന്ന് വേണമെങ്കിൽ യാർഡ് നമുക്ക് സ്വന്തമായിട്ട് വേണമെന്ന് നിർബന്ധമില്ല ശരിക്കും. നമുക്ക് പക്ഷെ ഉണ്ട്, കൊച്ചി യാർഡ് ഉണ്ടായിരുന്നു.